നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ബിജു ആന്റണി ആളൂർ മരിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്നലെ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് ബി എ ആളൂർ അന്തരിച്ചുവെന്ന വാർത്ത. ആ വാർത്തയ്ക്ക് ചുവടെ വരുന്ന കമൻറ്റുകൾ കണ്ണു പൊട്ടിപ്പോകും. അതുമാതിരിയുള്ള കമൻറ്റുകളാണ്. ഏകദേശം 500ഓളം കമൻറ്റുകളാണ് ആ വാർത്തയുടെ ചുവടെ നിറഞ്ഞത്. ആ ദുഷ്ടൻ്റെ അന്ത്യം, ഒരുപാട് അമ്മമാരുടെ കണ്ണീരിൻ്റെ മറുപടി. ഇത്രയും നല്ല ഒരു സന്തോഷ വാർത്ത ഇനി കേൾക്കാനില്ല. ഈ കമൻറ്റിനുമുണ്ട് ഒരുപാട് ലൈക്കുകൾ. കോടതികളിലെ ചില ജഡ്ജിമാർ ഇതൊക്കെ കണ്ട് പാഠമാക്കേണ്ടതുണ്ട്. മരണശേഷം പുറകെ വരുന്ന ശാപങ്ങൾ. അതെ, ബി എ ആളൂരിന് മരണശേഷവും അത്രയേറെ ശാപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ചിലർ പറയുന്നു അന്തരിച്ചു എന്ന് പറയരുത്, ചത്തു എന്ന് തന്നെ പറയണം. എത്ര വെട്ടിപ്പിടിച്ചാലും എത്ര വലിയവനാണെങ്കിലും ദൈവത്തിൻ്റെ മുന്നിൽ തന്നെ ചെന്നു അവിടെ നിന്ന് സമ്മാനം മേടിക്കേണ്ടതുണ്ടല്ലോ. ഓർക്കുക, വെട്ടിപ്പിടിക്കുന്നതൊക്കെ ഇട്ടിട്ട് പോകേണ്ടി വരും. ഒരുപാട് മനസ്സുകളുടെ വേദന ശാപമാകും. ആ ശാപം പിന്നീട് രോഗവും പിന്നെ മരണവും. ഈ സന്തോഷ വാർത്ത ഞങ്ങൾക്ക് നൽകിയ കാലിന് നന്ദി എന്ന് വരെ കുറിച്ചവരുണ്ട്. അവൻ മനുഷ്യനല്ല, കാട്ടുപോത്തിൻ്റെ ജന്മമെന്നൊക്കെ ചിലർ കുറിപ്പുകളിടുന്നു. ഇനിയും ഇത്തരത്തിലുള്ള സന്തോഷ വാർത്തകൾ കേൾക്കട്ടെ എന്ന് മറ്റു ചിലർ. അഡ്വക്കേറ്റ് ബി എ ആളൂർ ഇതൊക്കെ കേട്ട് ചിരിക്കുന്നുണ്ടാവും. കാരണം അയാളുടെ പ്രകൃതം അങ്ങനെയാണ്. കേരളത്തിൽ കുപ്രസിദ്ധിയിലൂടെ വളർന്ന ഒരു വക്കീൽ. കേരള മനസാക്ഷി വിറങ്ങലിച്ച കൊടും ക്രൂരതകൾ നിറഞ്ഞ കുറ്റകൃത്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഈ ആളൂർ വക്കീലിൻ്റെ പേര് കേൾക്കും. പ്രതിയെ ഊരാനെത്തുന്ന ആളൂരാൻ. അത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും അഡ്വക്കേറ്റ് ബി എ ആളൂർ എനിക്ക് വോയിസ് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മറുപടി സ്വാഭാവികമായിരിക്കും. വക്കീലിനെ അനുകൂലിക്കുന്ന തരത്തിൽ നമുക്ക് വാർത്തയൊന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആളൂരിൻ്റെ ഒരു മറുപടി ഉണ്ട്, നിങ്ങൾ പതിവ് പോലെ എന്നെ മുച്ചൂടും ചീത്ത വിളിക്കണം, അതുതന്നെയാണ് എനിക്ക് വേണ്ടത്. അതെ, ആളുകളൊക്കെ ചീത്ത വിളിക്കുന്നത് കേട്ട് അത് ഉള്ളിൽ ആസ്വദിച്ചിരുന്ന ഒരു അഭിഭാഷകൻ. ഇയാൾ ഏതെങ്കിലും തരത്തിൽ മാനസിക വൈകൃതത്തിന് അടിമയാണോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ജനശ്രദ്ധ ആകർഷിക്കാൻ ഒരു പ്രത്യേക രീതി ഇയാൾ അവലംബിച്ചു എന്നാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകളിടുന്നത്. ഇയാളല്ലെങ്കിൽ മറ്റൊരാൾ ആ പ്രതിയുടെ കേസ് വാദിക്കാനെത്തും. ആ പ്രതി രക്ഷപ്പെടണോ ഇല്ലയോ എന്നുള്ള ആഗ്രഹമൊന്നും ആളൂരാൻ വക്കീലിൻ്റെ മനസ്സിലുണ്ടാകില്ല. ഒരുപക്ഷെ സമൂഹത്തെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടി ജനവികാരത്തിനെതിരായ പ്രകടനം നടത്തുന്നു എന്ന് മാത്രം. ഇയാൾ വാദിക്കുന്ന കേസുകളിൽ നിന്ന് കുറ്റവാളികൾ രക്ഷപ്പെടുന്നുമില്ല. എന്നാൽ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി ഇളവ് നൽകിയതോടെയാണ് ആളൂരാൻ വക്കീലിൻ്റെ പേര് അന്ന് കൂടുതൽ മാധ്യമശ്രദ്ധ ആകർഷിച്ചത്. പ്രതിയെ രക്ഷിക്കാൻ ഇയാൾ ഭഗീരഥ പ്രയത്നമൊന്നും നടത്തുന്നില്ല എന്ന് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നു. പകരം മാധ്യമങ്ങളിലൂടെ ചില കസർത്തുകൾ നടത്തുന്നു, അത്രമാത്രം. മറ്റൊരു വക്കീലിൻ്റെ കയ്യിൽ കേസെത്തുന്നതിന് മുൻപേ ഇയാൾ കേസ് തട്ടിയെടുക്കുന്ന ഒരു ശൈലി അവലംബിക്കും. ജനത്തെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തലത്തിൽ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കും. അതൊക്കെയാണ് ആളൂരിൻ്റെ മാർക്കറ്റിംഗ് സ്റ്റൈൽ. കേരളത്തിലെ നിഷ്കളങ്കരായ ജനങ്ങൾ ഇയാളെ തെറിപറയും. അത് കണ്ട് ഇയാൾ ആസ്വദിക്കും. എന്തൊരു പ്രത്യേകതരം മനസ്സായിരുന്നു അഡ്വക്കേറ്റ് ബി ആളൂരിൻ്റേത്. ഏതൊരു മനുഷ്യൻ അന്തരിച്ചാലും ആ മനുഷ്യനെക്കുറിച്ച് പിന്നീട് നമ്മൾ കുറ്റം പറയരുത്. എന്നാൽ ആളൂരാൻ വക്കീലിനെ ഇത്രയേറെ ശപിക്കുമ്പോൾ നമ്മൾ എങ്ങനെയത് വാർത്തയിൽ കണ്ടില്ല എന്ന് നടിക്കും. ബി ആളൂരിൻ്റെ മരണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ ഇക്കഴിഞ്ഞ ദിവസം ചാനലുകളോട് പ്രതികരിച്ചു. മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദച്ചാമിയെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളൂർ വക്കീൽ മരിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് സൗമ്യയുടെ അമ്മ പറഞ്ഞത്. ഒരാൾക്കും ഇനി ഇയാളെക്കൊണ്ട് ശല്യമുണ്ടാകരുത്. ആ ശല്യം ഇതോടുകൂടി ഒഴിഞ്ഞുപോയി. ആളൂരാൻ വക്കീൽ ഒഴിഞ്ഞുപോയതിൽ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മകളുടെ കേസിലെ പ്രതിക്ക് വേണ്ടി ആളൂർ വാദിക്കാൻ വന്നു. ഞാൻ അയാളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ആ മകൾക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ആ വേദന മനസ്സിലാവൂ. അന്നു മുതൽ ഇന്ന് വരെ ഗോവിന്ദച്ചാമി മരിക്കാനും ഈ ആളൂരാൻ വക്കീൽ ഒരാളുടെ കേസും വാദിക്കാതെ അയാളെ മരണം കവരാനും ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അയാളോട് തന്നെ ഇത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കെൻ്റെ ചെവിയിൽ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി, സങ്കടവുമുണ്ട്. പല കാര്യങ്ങളും ഓർത്താണ് സങ്കടം. അയാൾ കുറേ പണമുണ്ടാക്കി, അതൊന്നും അയാൾ പോകുമ്പോൾ കൊണ്ടുപോകില്ലല്ലോ. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം. അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ്. ഗോവിന്ദച്ചാമിയുടെ മരണം. ഒരാൾക്കും ഇനി ഇയാളെ കൊണ്ട് ശല്യമുണ്ടാകരുത്. ഇതോടുകൂടി ഒഴിഞ്ഞുപോയി. ആളൂരാൻ വക്കീൽ ഒഴിഞ്ഞുപോയതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. സൗമ്യയുടെ അമ്മ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
ബിജു ആന്റണി ആളൂർ എന്ന അഭിഭാഷകൻ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും ഈ തെറിവിളി കേട്ട്. കാരണം അയാളുടെ ശൈലി അങ്ങനെയൊക്കെയായിരുന്നു. സിനിമാ കഥയിലെ നായകൻ്റെയോ വില്ലൻ്റെയോ ഒരു എൻട്രി, അതാണ് പലപ്പോഴും ഓരോ കുറ്റകൃത്യത്തിന് പിന്നാലെയും അഡ്വക്കേറ്റ് BA ആളൂർ അവലംബിക്കുന്നത്. മുംബൈയിൽ നിന്ന് ഒരു പാഞ്ഞുവരവ്, കൂടെ 5-6 ജൂനിയർ അഭിഭാഷകർ. ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിന് വേണ്ടി മുംബൈയിൽ നിന്നെത്തുന്നു ഒരു അഭിഭാഷകൻ എന്ന മാധ്യമ വാർത്തകൾ കേരളത്തിൽ നിറയുന്നു. ഗോവിന്ദച്ചാമിക്ക് വേണ്ടി പണം മുടക്കുന്നത് ഭിക്ഷാടന മാഫിയയാണ്, വലിയ അന്താരാഷ്ട്ര മാഫിയകൾ ഇതിന് പിന്നിലുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ പരക്കുന്നു. ചിലപ്പോഴൊക്കെ ഈ വാർത്തകൾ അങ്ങ് തിരികെ കയറ്റി വിടുന്നത് ഇതേ BA ആളൂർ തന്നെയാവും. അതാണ് അങ്ങേരുടെ ശൈലി. മാധ്യമങ്ങൾ ഇത്തരം നിറം പിടിപ്പിച്ച കഥകൾ എഴുതുമ്പോൾ ആളൂർ വക്കീൽ മാധ്യമപ്രവർത്തകരോട് പറയും, നിങ്ങൾ എന്തു വേണമെങ്കിലും എഴുതിക്കോളൂ, ഞാനത് കാര്യമാക്കുന്നില്ല. കാരണം അതാണ് അങ്ങേരുടെ മാർക്കറ്റിംഗ് ശൈലി. എന്നാൽ സുപ്രീം കോടതി ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ഇളവ് ചെയ്തപ്പോൾ ആളൂർ വക്കീൽ വലിയ ആളായി. മാധ്യമങ്ങളൊക്കെ ആളൂർ വക്കീലിനെ ഇത്തിരി പുകഴ്ത്തി അങ്ങ് തട്ടി. ഇതോടെ ആകാശം മുട്ട വളർന്ന മട്ടിലായി ആളൂർ വക്കീൽ. അതിൻ്റെ ആവേശത്തിൽ സൗമ്യ വധക്കേസിന് പിന്നാലെ ജിഷ വധക്കേസിലെ പ്രതി അമറുൽ ഇസ്ലാമിന് വേണ്ടിയും പൾസർ സുനിക്ക് വേണ്ടിയുമൊക്കെ അയാൾ കോട്ടണിഞ്ഞു. തൃശൂർ ജില്ലയിലെ പരിയാരം ഗ്രാമത്തിൽ ജനിച്ച BA ആളൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റായി ബിരുദ പരീക്ഷ എഴുതിയപ്പോൾ നഷ്ടപ്പെട്ട വിഷയം യഥാർത്ഥ ലോ സ്റ്റഡീസ് ആയിരുന്നു. അത് പിന്നീട് BA ആളൂർ എഴുതിയെടുത്തു. പഠനത്തിലൊന്നും അത്ര മിടുക്കില്ലാത്ത BA ആളൂരിനെ പിന്നീട് സഹോദരന്മാർ പൂനെയിലേക്ക് പറിച്ചുകൊണ്ടുപോയി. അവിടെ ILS ലോ കോളേജിൽ നിന്ന് നിയമബിരുദമെടുത്തു. നീ വക്കീലായത് 10 ആളുകൾ നാട്ടിലറിയേണ്ടേ എന്ന് വീട്ടുകാർ ആളൂരിനോട് പറഞ്ഞതോടെ 1998 അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആളൂർ നാട്ടിലെത്തി. 3.5-4 വർഷം ജില്ലാ കോടതി, വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ്, മുനിസിപ്പൽ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു. പക്ഷേ ഒരു മനുഷ്യനും തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒട്ടും തിളങ്ങാനും കഴിഞ്ഞില്ല. അങ്ങനെ ഗത്യന്തരമില്ലാതെ ആളൂർ പൂനെയിലേക്ക് തിരിച്ചുപോയി. 2003 ഡിസംബർ 31 3 കൊലപാതക കേസ് പ്രതികളെ പൂന ജില്ലാ കോടതി വെറുതെ വിട്ടതോടെ ആളൂർ വക്കീലിന് ഒരു കാര്യം മനസ്സിലായി, ഇതാണ് തൻ്റെ മേഖല, കൊലപാതകങ്ങളിലെ കൊടും പ്രതികൾ. ഏത് കുറ്റകൃത്യം നടക്കുമ്പോഴും സംശയത്തിൻ്റെ ചില പുകപടലങ്ങൾ ഉയർത്തി പ്രതിക്ക് വേണ്ടി വാദിക്കാനിറങ്ങും ആളൂർ വക്കീൽ. അത് മാധ്യമങ്ങൾക്ക് മുന്നിലായാലും കോടതിക്ക് മുന്നിലായാലും. ആളൂർ വക്കീലിൻ്റെ ഈ ശൈലിക്കെതിരെ ജനങ്ങൾ നെറ്റിച്ചുളിക്കും, പിന്നീട് പച്ചത്തെറി പറയും. എന്നിട്ടും ആളൂരിൻ്റെ ഒരു കുലുക്കവുമില്ല. മീഡിയകൾ റേറ്റിംഗ് കൂട്ടാൻ നിഷ്പക്ഷമല്ലാത്ത മാധ്യമ വിചാരണ നടത്തുന്നു എന്ന് മാധ്യമങ്ങളെയും ആളൂർ പരിഹസിക്കും. ഒരു ഭാഗത്തിൻ്റെ പക്ഷം പിടിച്ച് നിഷ്പക്ഷത ഭാവിച്ചുള്ള പ്രകടനമാണത്. എല്ലാവരും ഇരയുടെ പക്ഷമാണെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ ആരാണുള്ളത്? പ്രതിയുടെ കൂടെയാണ് ഭൂരിപക്ഷമെങ്കിൽ അവർക്ക് വേണ്ടിയും 2 ഭാഗവും തുലനം ചെയ്തു വേണം ജുഡീഷ്യറി നീതി നടപ്പാക്കാൻ. ഞാനൊരു ക്രിമിനൽ വക്കീലല്ലേ, ക്രിമിനലുകളല്ലാതെ പുണ്യവാളന്മാരുടെ കേസ് കിട്ടില്ലല്ലോ. വാദികളുടെയും പ്രതികളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഞാൻ കേസ് വാദിക്കാറുണ്ട്. മഹാരാഷ്ട്രയിൽ സർക്കാർ ഉത്തരവനുസരിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ആളൂരിൻ്റെ തള്ളുകൾ. അഡ്വക്കേറ്റ് BA ആളൂർ ഒടുവിൽ അന്തരിച്ച് ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോഴും ഒരുപാട് ശാപവാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഒപ്പം സൗമ്യയുടെ അമ്മയെപ്പോലുള്ളവരുടെ അതിശക്തമായ ശാപം. എന്തിനായിരുന്നു ഇത്രയധികം ശാപം ഈ ആളൂർ വക്കീൽ ഏറ്റുവാങ്ങിയത്? ആളൂരിന് കുറച്ചൊക്കെ മനുഷ്യത്വമുണ്ടായിരുന്നു എന്ന് പറയുന്നവരും വിശ്വസിക്കുന്നവരുമുണ്ട്. അവസാന കാലഘട്ടത്തിൽ മലയാളി വാർത്തയുടെ ഒരു റിപ്പോർട്ടറുമായി ആളൂർ സംസാരിക്കുമ്പോൾ എനിക്കിനി ഇത്തരം കുപ്രസിദ്ധിയുള്ള കേസുകളിൽ നിന്ന് ഒന്ന് തലയൂരണമെന്നൊക്കെ ആളൂർ വക്കീൽ പറഞ്ഞിരുന്നു. ഏതെങ്കിലുമൊക്കെ നല്ല കേസുകളിൽ വാദികൾക്ക് വേണ്ടി ഹാജരാകാൻ ആഗ്രഹമുണ്ട് എന്ന് ആളൂർ വക്കീൽ പറഞ്ഞത് ആത്മാർത്ഥതയോടെയാണോ? സമൂഹത്തെ ഇത്രയധികം പരിഹസിച്ച് കേസ് വാദിക്കാനിറങ്ങിയ ആളൂർ വക്കീലിനെ സമൂഹം പരിഹസിക്കുന്നതിലും അർത്ഥമുണ്ട്. എന്തായാലും ആളൂർ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയുടെ നഷ്ടമാണ് നമുക്ക് മുന്നിൽ. ആ വ്യക്തി നല്ലതോ ചീത്തയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതം നോക്കിയാണ്. എന്നാൽ ആളൂരിൻ്റെ വാക്കുകൾ നോക്കിയാണ് പലരും വിലയിരുത്തുന്നത്. ആളൂർ ആരായിരുന്നുവെന്ന് ഇപ്പോഴും അജ്ഞാതം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.